സാറേ ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് തരംഗമാകുന്ന ചില സാധനങ്ങളുണ്ട്. അതിനിടയ്ക്ക് അന്നും ഇന്നും പഴയ ഫോട്ടോ, പഴയ കാലത്തെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. ഈ ഇൻസ്റ്റയിലൊക്കെ കയറിയാൽ കാണാൻ പറ്റും. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 3 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ ഫോട്ടോ, അന്നത്തെ ഫോട്ടോ കൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ അവരെങ്ങനെ, അവരുടെ രൂപമാറ്റം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യം, അന്നത്തെ CPM ഇന്നത്തെ CPM എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് മാറ്റം? മാറ്റത്തിലേ ഉള്ളൂ. പണ്ടത്തെ നിങ്ങളിപ്പോഴും ജിബ്ബ കിട്ടല്ല. പണ്ടത്തെ നിങ്ങളാണെങ്കിൽ ഒരു കീറ ജിബ്ബ, ഒരു എന്താ പറയുക, ഒരു ഈ പറയുന്ന ഖാദിയുടെ ജുബ്ബയൊക്കെ, തിളക്കമില്ലാത്ത ജുബ്ബയൊക്കെ ഇട്ട് അടക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തിളങ്ങുന്ന ജുബ്ബട്ട് നടക്കുന്നു എന്നുള്ളതാണ് കാര്യം. പണ്ടത് നിങ്ങൾക്ക് ഒരു സഞ്ചി, നിങ്ങളെ മുഷിഞ്ഞ സഞ്ചി ഉണ്ടാകുകയായിരുന്നു നിങ്ങളുടെ സൈഡിൽ, അത് ചിലപ്പോൾ ഒരു കുപ്പി റമ്മും ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വ്യത്യാസം. അത് കാലത്തിൻ്റെതായ വന്ന മാറ്റമാണ്. ഇപ്പോൾ CPM-നും ആ മാറ്റം വന്നിട്ടുണ്ട്. CPM-ന്റെ ഒരു വളർച്ചയെ നമുക്ക് കേരളത്തിൽ മൂന്ന് കാലഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തെ CPI ഘട്ടമാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം. അത് സായുധ വിപ്ലവത്തിലൂടെ ഇവിടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. ഇടക്കത് മാറി പിടിയും കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട്, ദേശീയ ഭൂഷാസിയുടെ കൂടെ നിന്നുകൊണ്ട് പിന്നെ കൊളോണിയലിസത്തിനെതിരെ പോരാടി, പിന്നെ ദേശീയ ഭൂവിശ്വാസിയെ പോകുന്നതുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാന്നൊക്കെ ഉള്ള ലൈൻ എടുക്കുകയും, എന്നാൽ കുറച്ച് കഴിയുമ്പം അടുത്ത പാർട്ടി ഇന്റർനാഷണൽ കൂടുമ്പോൾ അങ്ങനെ വേണ്ട, ഒറ്റയ്ക്ക് തന്നെ വിപ്ലവം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ ദേശീയ പ്രസിദ്ധമായി ഒറ്റയ്ക്ക് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള കൺഫ്യൂഷൻ്റെതായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുകയും, പിന്നെ റഷ്യ ബ്രിട്ടീഷുകാരുടെ കൂടെ വന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ഫാസിസത്തിനെതിരെ പോരാടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അങ്ങേയറ്റം കൺഫ്യൂഷൻ നിറഞ്ഞൊരു കാലഘട്ടം. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യാനന്തരം പിന്നെ ഒരു 2 വർഷം കൂടി ആ ഒരു ഉടക്കൊക്കെ നിന്ന് പോയിട്ട് പിന്നെ ഒരു വളരെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം കോൺഗ്രസിൻ്റെ സ്വഭാവം, ഗാന്ധിയ സ്വഭാവം. കോൺഗ്രസ് ആണ് ഗാന്ധിയ സ്വഭാവം. ഒരു നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റായിരിക്കും. അയാൾ മിക്ക ഉണ്ടുമടുത്ത സവർണ കുടുംബത്തിൽ വന്ന ആളുകളാക്കിയിട്ട് നേതാക്കന്മാർ. പിന്നെ അധ്യാപകർ, വലിയൊരു ഇവരെയാണ് നമ്മൾ ഓർഗാനിക് ഇന്റലക്ച്വൽസ്. ഇപ്പോൾ സമൂഹത്തിന് റെസ്പെക്ട് ചെയ്യപ്പെടുകയും മാറ്റം കൊണ്ടുവരുന്നതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ, പുറലോകമായിട്ട് ബന്ധമുള്ള അധ്യാപകരാണ്. അപ്പം കേരളത്തിൽ അധ്യാപക സംഘടന വളരെ ശക്തമായിരുന്നു. അധ്യാപകരെല്ലാം ഈ അവകാശങ്ങൾ കിട്ടിയത് ഈ പാർട്ടി വഴിയാണ്. അപ്പം ഇവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ്, നല്ല പങ്ക് കമ്മ്യൂണിസ്റ്റ്. കലാകാരന്മാർ, KPAC, കേരളത്തെ അടിമുടി മാറ്റി കുറച്ച്, ഇവരെല്ലാം തന്നെ ഈ പാർട്ടിയിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പം അങ്ങനെ ഇവരൊരു ബേസിക് നാച്ചർ നിങ്ങൾ പൊതുവെ ഒരു ഈ ഇപ്പം കലാകാരന്മാർ അത്യാവശ്യം വെള്ളമടിക്കുന്നതല്ല, ഇവരൊക്കെ പേഴ്സണൽ ലൈഫ് വളരെ വൃത്തിയുള്ള പേഴ്സണൽ ലൈഫായിരുന്നു. മദ്യപാനമില്ല, അഴിമതിയില്ല, വേറെ തരത്തിലുള്ള ദുഷ്ചിന്തകളോ പ്രവൃത്തികളോ ഇല്ല. EMSന്റെ ഒക്കെ ലൈഫ് ഒരു കാരണം നിങ്ങൾ എടുത്ത് വെക്കുക, ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. അപ്പം നായനാരുടെ ലൈഫ് ഒരു വിവാദവും ഇല്ല. അവർക്കത് അഴിമതി ആരോണം ഉന്നയിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അവർ ഭ്രാന്താണെന്നൊക്കെ. ഈ ഉണ്ടുമടുത്ത കുടുംബത്തിൽ വന്നിട്ടൊന്ന് പാവപ്പെട്ടവന് ബുദ്ധിമുട്ട് കണ്ട അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വയം ബലിയർപ്പിച്ച മനുഷ്യന്മാരാണ് ഇവരെ. അവരെ കണ്ടാണ് നമ്മളൊക്കെ വളർന്നത്. പക്ഷെ അവരുടെ അണ്ടറിൽ വളർന്നു വന്നിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് വെച്ചാൽ പലരും ഇവർ ബോധവും വളർത്തിക്കൊണ്ടുവന്ന പാവപ്പെട്ട കുടുംബത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ ഉണ്ടുമടുത്തവരല്ല. ഉണ്ടുമടുത്തവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എനിക്ക് ബിരിയാണി ഇന്ന് മടുത്തിട്ടുണ്ട്, നിങ്ങളെ മുന്നിൽ ബിരിയാണി ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ വരില്ല. പക്ഷേ അവനത് വരും, അവൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം ചിലപ്പം കിടക്കുന്നുണ്ടാവും. പക്ഷേ പാർട്ടിയുടെ നിരന്തരമായ ശിക്ഷണത്തിലൂടെ അധികം മറികടക്കുന്ന രീതിയിലാണ് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതിപ്പം ഈ പുതിയ ജനറേഷനിൽപ്പെട്ട നേതാക്കന്മാരെ പിണറായി വിജയനാണെങ്കിലും ഇവരെല്ലാം തന്നെ അങ്ങനെ വളർത്തിക്കൊണ്ട്, പിണറായി വിജയൻ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. അത് അയാളെ പേഴ്സണാലിറ്റി നിങ്ങൾ ചോദിച്ചാൽ മതി. അയാൾ കടക്ക് പുറത്തുനിന്ന് പറയും. ഇവരുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം ഈ EMSന്റെ ഈ നായനാരുടെയൊക്കെ ആ ശിക്ഷണത്തിലൂടെ വന്ന ആളുകളാണ്. പിന്നെ ഈ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഘട്ടത്തിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ വിപ്ലവം നടക്കുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. സോവിയറ്റ് റഷ്യ വളരെ സജീവമായിട്ടുണ്ടായി. ലോകത്തെ പല രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. വിയറ്റ്നാം എന്ന് ക്യൂബ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയെ പാർഷ്യലായിട്ടുള്ള യുദ്ധങ്ങൾ തോൽപ്പിക്കുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന ആദർശാത്മകതയും ഗാന്ധിയൻ രീതിയുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സംഭവം എന്ന് വെച്ചാൽ നാട്ടിൽ ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ ചായക്കട വെച്ച് അവനെ ഭൂഷ്യാസിയാക്കുക, അവിടെ തൊഴിലാളി സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് സമരം ചെയ്യിപ്പിക്കുക. ഇത് കൂട്ടി അത് ജെന്യുനായിട്ട് നാളെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് വിപ്ലവം നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പൊതുവേ ഉണ്ടായിട്ടുള്ള ഈ ഊർജ്ജ പ്രതിസന്ധി, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു മരവിപ്പിൻ്റെ ഭാഗമായിട്ട്
കേരളത്തിൽ വ്യവസായശാലകൾ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതിൽ ഒരു കാരണം ഈ എക്സസീവ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസാണ്. അതിന്റെ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഇതിനൊക്കെ ഈ VS അച്യുതാനന്ദനെ കണ്ടിട്ടാണ് ANTUC-ന്റെ നേതാക്കന്മാർ ഈ പരിപാടി INTUC-ന്റെ നേതാക്കന്മാർ BMS നേതാക്കന്മാരൊക്കെ ഈ പറയുന്ന പല സമര പരിപാടികളും പഠിച്ചത്. ലോക്കൗട്ട്, പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി മുതലാളിയെ ഉപരോധിക്കുക, ഗരാവ് ചെയ്യുക, അനിശ്ചിതമായി പൂട്ടിക്കുക എന്നുള്ള സാധനങ്ങൾ. സത്യത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാലഘട്ടം ചെയ്ത ഒരേ ദ്രോഹം ഈ എക്സസീവ് ട്രേഡ് യൂണിയനിസമാണ്. അവകാശങ്ങളെ പറ്റി മാത്രം ബോധവാന്മാരാവുകയും ചുമതലകളെ പറ്റി ഒരു ധാരണയില്ലാത്ത, അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലത്തൊക്കെ പല അണ്ടി കമ്പനികളൊക്കെ പൂട്ടിപ്പോയത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു തൊഴിലാളി വാക്കം ഉണ്ടായി. ഇവരുടെ ഈ കളി നടക്കാതെ ഇന്ന് ഈ നവോദയ അല്ല, ഈ കുഞ്ചാക്കോവന്റെ അല്ലേച്ചൻ ഉണ്ടല്ലോ, കുഞ്ചാക്ക മുതലാളിന്റെ അടുത്ത് മാത്രം മുതലാളിന്റെ സമയം ഞാൻ മുതലാളി തല കൂടി പൂട്ടി മദ്രാസിലേക്ക് കൊണ്ടുപോയി. മുതലാളി പൂട്ടി മദ്രാസിലേക്ക് കൊണ്ടുപോയി രാഹിരാമാലോ. അതാണ്. അതർവൈസ് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, അധികാരം കിട്ടിയ സമയത്തൊക്കെ വളരെ പ്രോഗ്രസീവ്, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രീതി, വിദ്യാഭ്യാസം, പൊതുഗതാഗതം, അത് ആരോഗ്യം, ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും വളരെ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുത്തു. അപ്പോൾ സോവിയറ്റ് റഷ്യ ഉള്ളതുകൊണ്ട് നാളെ എപ്പോഴും നടക്കുന്ന പ്രതീതി ഉണ്ടായി. 90s കൂടി സോവിയറ്റ് റഷ്യ ഇല്ലാതായതോട് കൂടിയിട്ട് ഒരു വലിയ പ്രതിസന്ധിയായി, സ്വപ്നങ്ങളില്ലാതായി. ഇപ്പൊ ക്രിസ്ത്യാനികളെ ജീസസ് ദൈവപുത്രൻ അല്ലാന്ന് തെളിയിക്കപ്പെട്ട എങ്ങനെ ഉണ്ടാവും? മുസ്ലിംസിന് മുന്നിൽ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനല്ല എന്ന് എന്ന് തെളിയിക്കപ്പെട്ട എങ്ങനെ ഉണ്ടാവും? ഈ അവസ്ഥയായിപ്പോയി. ഇത് രണ്ടും സംഭവിക്കില്ല. കാരണം അത് വിശ്വാസമാണ്. ഇതല്ല, ഇത് സയന്റിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമാണ്. ആ സാധനം തന്നെ തകർന്നു പോയി. അൻപേഷ് ഇവ സിനിമയിൽ മാധവൻ ചോദിച്ച പോലെ, നിങ്ങൾ പറയുന്ന ഈ സാധനമല്ലേ റഷ്യ, അത് തകർന്നു വരും, എന്തോന്ന് കമ്മ്യൂണിസം വരും. അപ്പൊ കമലഹാസൻ റൊമാൻറ്റിക് മറുപടിയൊക്കെ പറയുന്നുണ്ട്, താജ്മഹൽ തകർന്നു വിചാരിച്ച് പ്രണയം ഇല്ലാതാവും. അപ്പൊ അത് രണ്ടും രണ്ടാണ്. പ്രണയവും പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസം രണ്ടും രണ്ടാണ്. പ്രണയം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വൈകാരികതയാണ്, കമ്മ്യൂണിസം ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ല, ഹൃദയത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റായി റൊമാൻറ്റിക്കായി നമ്മളൊക്കെ പോലെ നടക്കാനൊക്കെ പറ്റും. പാർട്ടിക്കാനാൻ പറ്റില്ല. പാർട്ടിക്കാനെ പലപ്പോഴും ഹൃദയമില്ലാത്ത നിലപാടുകളൊക്കെ എടുക്കേണ്ടി വരും. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ചിലപ്പോൾ അങ്ങേറ്റം ക്രൂരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അതിനൊക്കെ ന്യായീകരിക്കേണ്ടതായിട്ട് വരും. അതല്ല ഒരു ലെനിനിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ലെനിനിസം കൂടി ഉണ്ട്. അത് ഈ അച്ചടക്കമാണ്, പട്ടാളത്തിന്റെ അച്ചടക്കമാണ്. അതിന് സോവിയറ്റ് റഷ്യയിൽ ഈ ഒന്നാം ലോക മഹായുദ്ധ സമയത്താണ് സോവിയറ്റ് റഷ്യ ഉണ്ടാകുന്നത്. നിരന്തരമായി എതിരാളികളായിട്ട് യുദ്ധമായിരുന്നു. അതൊരു പട്ടാള ചിട്ടയിലാണ് ആ പാർട്ടി വന്നത്. അതാണ് ലെനിനിസ്റ്റ് ചട്ടക്കൂട്. അപ്പോൾ സോവിയറ്റ് റഷ്യ തകർന്ന സമയത്ത്, ആ സമയത്ത് എന്ത് ചെയ്തു? EMS ഉൾപ്പെടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം അതോടുകൂടി 10 വർഷത്തിനിടയ്ക്ക് അവർ ഒന്നെങ്കിൽ വളരെ രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ സ്വയം തന്നെ വേഗം മാറി നിൽക്കുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്തു. പിന്നെ EMS-നെയൊക്കെ നമ്മുടെ നായനാർക്കൊക്കെ പ്രായമായി തുടങ്ങി. ആ സമയത്താണ് പിണറായി വിജയൻ ഉണ്ടല്ലോ പുതിയ ലീഡർഷിപ്പ് വരുന്നത്. ഈ ലീഡർഷിപ്പ് ഈ മാറ്റങ്ങൾ, കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട ആളുകളാണ്. അപ്പൊ പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്നതോടുകൂടി ട്രേഡ് യൂണിയനുകളെ നിലക്ക് നിർത്താൻ തുടങ്ങിയത്. അദ്ദേഹം അത് VS വഴി അദ്ദേഹം VS ആണ് ട്രേഡ് യൂണിയൻ വെറ്റി നിരത്തിയത്. ആ സമയത്ത് VS-ന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു അദ്ദേഹം പിണറായി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ ഇങ്ങനെ എല്ലാത്തിനും മുഷ്ടിയും പിടിച്ച് കടുംപിടുത്തം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഓപ്പൺ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന മാറ്റങ്ങൾ ഇവരൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് കുറച്ചും കൂടി എന്താണ് പറയുക, കുറച്ചും കൂടി നമ്മളെ ഒരു നിലവിലുള്ള പാർലമെന്റ് ജനാധിപത്യ സംവിധാനവും കേരളത്തിലുള്ള ഒരു ഫ്യൂഡൽ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ലൈവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ CPM-ന് പോസിബിൾ ആക്കി കൊടുക്കുന്നത് പിണറായി വിജയനാണ്. അതോടുകൂടിയിട്ടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഈ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പള്ളീനെ തള്ളി പറയണമെന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തള്ളി പറയും. അതിന്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ഈ തുടർഭരണം എല്ലാം തന്നെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ ഗാന്ധിസം അങ്ങ് ഇല്ലാതെ അപ്രത്യക്ഷമായി. അത് അപ്രത്യക്ഷമാകുമ്പോൾ അവരെ കുറ്റമാണ്. ഗാന്ധിസം അല്ലല്ലോ അവരുടെ പ്രത്യയശാസ്ത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലാളി വർഗത്തെ ശക്തിപ്പെടുത്തുക, ആ സമൂഹത്തെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാരണം, അപ്പം സോവിയറ്റ് റഷ്യ ഇല്ല, അതിന് വിപ്ലവം നടക്കുന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. വിപ്ലവം എന്നൊക്കെ പാർട്ടി പരിപാടിയിൽ എഴുതി വെച്ചെങ്കിലും നടക്കില്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ബിസിനസ്സുകാരെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. ബിസിനസ് വന്നാലല്ലേ സാമ്പത്തിക വളർച്ച ഉണ്ടാവുള്ളൂ. സാമ്പത്തിക വളർച്ച ഉണ്ടായാലല്ലേ തൊഴിലുകൾ ഉണ്ടാവുള്ളൂ. അല്ലെ ഗവൺമെന്റ് എത്ര നേരത്തും തൊഴിൽ കൊടുക്കാൻ പറ്റും? മാത്രമല്ല നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ പൊതുഗതാഗത രംഗത്തൊക്കെ ഇത്രയും ചെലവഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളെ മൊത്തം റവന്യൂവിന്റെ നല്ലൊരു പങ്ക് ഈ ശമ്പളം പെൻഷനാണ് പോകുന്നത്. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പ്രൈവറ്റ് സെക്ടർ വരണം. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ പ്രൈവറ്റ് സെക്ടർ വരണമെന്നൊക്കെ പറഞ്ഞ് അതിന് അനുകൂലമായ നിലപാടെടുത്ത് നോക്കുകൂലിക്കെതിരെ നിലപാടെടുത്തപ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിസം കണ്ടു ശീലിച്ചവർക്ക് പിടിച്ചില്ല. ഈ മുറിവീടിയും അതുപോലെ തന്നെ കട്ടൻ ചായയും പിന്നെ പരിപ്പുവടയും കഴിച്ചവർക്ക് അത് മനസ്സിലാവുന്നില്ല. ഇങ്ങനല്ലല്ലോ ഞങ്ങൾ കണ്ട കമ്മ്യൂണിസ്റ്റ്. ശരിയാ, നിങ്ങൾ കണ്ട കമ്മ്യൂണിസ്റ്റ് എങ്ങനെയല്ല. പക്ഷെ കാലം മാറി. റഷ്യ ഇല്ല ഇപ്പോൾ.
കേരള സൊസൈറ്റി എന്ന മധ്യവർഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തി വേറൊരാൾ വരും. കാലത്തിനനുസരിച്ച് അങ്ങനെ ഒരു മാറ്റമാണ് പിണറായി വിജയൻ കൊണ്ടുവന്നത്. അതിനൊന്നും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പാർട്ടിയുടെ കേഡർ സംവിധാനത്തിൽ മുമ്പാണെങ്കിൽ പാർട്ടിക്ക് ഒരാൾ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് മാത്രം മെമ്പർഷിപ്പ് കിട്ടാതെ ഇരുന്ന ആളുകൾ. പക്ഷേ അങ്ങനെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ പുതിയതായി വരുന്ന ആളുകൾ ആകർഷിക്കാൻ വേണ്ടി മെമ്പർഷിപ്പ് മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തി. ഗ്രൂപ്പിൽ പള്ളിയിലൊന്നും പോകുന്നതിന് എതിരല്ലാതെ മാറി. അപ്പോൾ ഇതും കണ്ട് ശീലിച്ച ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു പ്രശ്നമായി. വി എസിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്തായിരുന്നു? വി എസിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് വെച്ചാൽ ബിസിനസ് ഫ്രണ്ട്ലി നിലപാടെടുക്കുന്നു എന്നുള്ളതായിരുന്നു. സത്യത്തിൽ ബിസിനസ് ഫ്രണ്ട്ലി ആവുമല്ലേ വേണ്ടത് കേരളം? സത്യത്തിൽ പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുകയും വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുകയും ഇളമരം കരിയും വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്, ആ ഘട്ടത്തിലാണ് 2% 3% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിരുന്ന കേരളം സാമ്പത്തിക വളർച്ചയിൽ ദേശീയ ശരാശരിയുടെ മുകളിൽ പോയത്. അത് വ്യവസായ രംഗത്ത് ആ സമയത്ത് ഞാൻ സിവിൽ സർവീസ് പഠിക്കുക, ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് സാമ്പത്തിക വളർച്ച നേടിയ സംസ്ഥാനങ്ങൾ ഗുജറാത്തും മഹാരാഷ്ട്രയൊക്കെയായിരുന്നു. അന്ന് ഒരു വർഷം 2008 2007 ഈ പറയുന്ന കേരളമായിരുന്നു. ഞാൻ തന്നെ എത്തിപ്പോയി. അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കുന്ന ആളെന്ന് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? അപ്പോൾ നമ്മൾ മധ്യപ്രദേശ് എന്നൊക്കെ പറഞ്ഞു, മഹാരാഷ്ട്ര, ഹരിയാന എന്നൊക്കെ പറഞ്ഞു, അല്ല കേരളം എന്നോ. അതാ സമയം ഇടമലം കരിയും പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രി, ബി എസ് മുഖ്യമന്ത്രി, തോമസ് ഐസക് ധനകാര്യ മന്ത്രി, പിണറായി വിജയൻ സെക്രട്ടറി. ഇത് തീരുമാനം എടുക്കുന്നത് പിണറായി വിജയനാണ്. ആ ഒരു മാറ്റമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ഈ മെമ്പർഷിപ്പ് മാനദണ്ഡങ്ങളൊക്കെ കുറച്ച് ലിബറലൈസ് ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് നിസ്വാർത്ഥത, ഇങ്ങനെയുള്ള പിന്നെ ഈ പറയുന്ന അഴിമതിയോടുള്ള ശക്തമായ എതിർപ്പ്, ഇങ്ങനെയുള്ള വർഗീയത, ഇതിൽ നിന്നൊക്കെ മാറി നിന്നിരുന്ന് പൂർണ്ണമായിട്ടും ഇത്തരം സാധനങ്ങളെ മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ നൊഴിഞ്ഞു കയറിയിട്ടുണ്ട്. അവർ ഇടനിലക്കാരും കണ്ടെത്തുന്നുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ പിന്നിൽ. അപ്പോൾ ആ ഒരു പ്രശ്നം പാർട്ടി ആ ഒരു സംഘടനാ സംവിധാനം ഒന്നും കൂടി ശക്തിപ്പെടുത്തിയിട്ട് ആ 80കളിലേക്ക് ആ സംഘടനാ സംവിധാനം ഏതാണ്ട് ആ രീതിയിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ പാർട്ടിക്ക് പുതിയ കാലഘട്ടത്തിൽ മറ്റൊരു വെല്ലുവിളി ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്യണം. അതായത് ഒരു തരത്തിലുള്ള വർഗീയതയും നേരെ കണ്ണടിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഈ പറയുന്ന സ്വജനപക്ഷപാതവും കാണിക്കും. അങ്ങനെ ചില കാര്യങ്ങളുണ്ടായി. ഇപ്പോൾ അതാണ് ഇപ്പോൾ മുമ്പൊക്കെ നേതാക്കന്മാർ ഈ മക്കളെയൊക്കെ തന്നെ എവിടെ അടുപ്പിക്കില്ലായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മേയർ ഭരതൻ, എനിക്ക് അയാളെ മോഹൻ്റെ ഫ്രണ്ടാണ്, ഭരതൻ്റെ സഹോദരൻ്റെ മോൻ സതീശൻ ഒരിക്കൽ CPI നേതാവാണ്. ഈ വേറെ കാറിൽ കയറാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല. ഇത് നിനക്കുള്ളതല്ല, ഇത് എനിക്ക് ഒഫീഷ്യൽ ആവശ്യത്തിന് മാത്രമുള്ളതെന്നോ. അതുപോലെ തന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി മക്കളെ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാഷ്ട്രീയ പ്രവർത്തകർ ഫുൾ ടൈം ഇറങ്ങി നടക്കുക. അതൊക്കെ മാറി കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകണമെന്ന് ഞാൻ സമ്മതിക്കാതിരിക്കുക. അതൊക്കെ മാറി. അവർക്ക് അവരുടെ ഭാവിയാണ്, അവരുടെ ലൈഫാണ്. ആ രീതിയിലേക്ക് ഇവിടുന്ന് നല്ല മാറ്റങ്ങളൊക്കെ തന്നെയാണ്. അതിനും കുറ്റം പറയും വേണ്ട. പിന്നെ ഒരു MLA ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബാങ്കിൽ ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ലോൺ കിട്ടും. നമ്മളെ പോലെ അല്ല, കുറച്ചുകൂടി എളുപ്പം ലോൺ കിട്ടും സ്ഥിര വരുമാനം MLA ഒക്കെ ആയതുകൊണ്ട്. അത് തെറ്റൊന്നല്ല. പക്ഷേ ഈ പിള്ളേർക്കൊക്കെ തന്നെ എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനോ, അല്ലെങ്കിൽ അവർ ഈ അധികാരം ദുർവിനിയോഗം ചെയ്യുകയോ ഈ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺട്രാക്ട് നേടിയെടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിനെതിരെ ശക്തമായ നടപടികൾ അവരെ നിലക്ക് നിർത്താൻ പറ്റണം. അങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല. പിണറായി വിജയന് വലിയൊരു പരിധി വരെ പാർട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ മോഡേണൈസ് ചെയ്യുന്ന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മോഡേണൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ ഇടയ്ക്ക് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ, അദ്ദേഹം സംഘടനാ തത്വങ്ങൾ നോക്കി പിടിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഈ വന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് ചില എലിമെന്റ്സ് നൊഴിഞ്ഞു ചെയ്തിട്ടുള്ളത് ശരിയാണ്. അത് ഇവർ തന്നെ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. ഗോവിന്ദമാഷ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നിലക്ക് നിർത്തുകയും പിന്നെ ഇത്തരം കാര്യങ്ങൾ കുടുംബത്തെ രാഷ്ട്രീയത്തെ രണ്ടായി നിർത്തുക. കുടുംബപ്പെട്ട ആളുകൾ ബിസിനസ് ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അരുൺകുമാർ ബിസിനസ് ചെയ്താലും പിണറായിയുടെ മക്കളെ ബിസിനസ് ചെയ്താലും അതൊന്നും തന്നെ ഈ ഭരണകൂടത്തെയോ പാർട്ടിയെയോ ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു ഫീൽ കൊടുക്കാതിരുന്നാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പൊ ഇപ്പോൾ ഉള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അത് മറികടന്നുകൊണ്ട് അത് ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഈ പറയുന്ന പോലെ ഏജൻസികളുണ്ടല്ലോ, ഈ പറയുന്ന ദല്ലാളുമാർ, ഇങ്ങനെയുള്ള ഫാക്ടറീസ്, അതുപോലെ തന്നെ ചില അമേരിക്കൻ കമ്പനി കണ്ടത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് പാർട്ടി പൊതുവെ എതിരായിരുന്നു. അപ്പൊ അവർക്കൊക്കെ പദ്ധതി നടപ്പിന് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാഗ്രതയാണ് കുറച്ചുകൂടി. ഈ ജാഗ്രത എന്ന് പറയുന്ന കാര്യം കുറച്ച് ഇന്ന് കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് വേറെ, കോൺഗ്രസ് ഓൾറെഡി ദുർബലമായി. RSS വേറൊരു തരത്തിലുള്ള വോട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. അവർക്ക് BJPക്ക് കിട്ടാൻ സാധ്യത. ആ മിക്കവാറും കോൺഗ്രസ് തന്നെയാണ് കൂടുതൽ പോവുക. എന്തിനാ രണ്ട് പാർട്ടികൾ ഇവിടെ വേണമല്ലോ. BJP ഉള്ള സ്ഥലത്തെല്ലാം ശക്തമായിട്ടുള്ള ഒരു രണ്ടാമത്തെ പാർട്ടി ഉണ്ട്. അത് ഈ പ്രാദേശിക പാർട്ടികളുടെ സ്ഥലത്ത് അവർ തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടി, പ്രാദേശിക പാർട്ടികൾ. അപ്പം
CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു അവസരമാണ്. പക്ഷേ ഈ പണ്ടത്തെ പാർട്ടിയുടെ ധാർമ്മിക മൂല്യങ്ങൾ ഇപ്പോഴും പാർട്ടി ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നത് ഒറ്റ ഫീല് മാത്രം കൊടുത്താൽ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു പുതിയ എപ്പിസോഡ്സ്, പുതിയ സംഭവ വികാസങ്ങൾ ആ ഒരു ആവശ്യം പാർട്ടി ലീഡർഷിപ്പിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കുറച്ചുകൂടി അവർ ജാഗ്രത പുലർത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ജാഗ്രതയോടെ CPM നിലനിൽക്കട്ടെ. നമുക്ക് CPM-ൻ്റെ ഇന്നത്തെ CPM ചിലപ്പോൾ ജനങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ പാർട്ടി നേതൃത്വം, ഇനി വരുന്ന നേതൃത്വവും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.